യങ്ങായിട്ടുള്ളൊരു മനുഷ്യൻ, യുവാവായ ക്രിസ്തു, യുവാക്കളുടെ ഒരു ജീവിത രീതിയും അവരുടെ ഒരു ടെമ്പറമെന്റും എന്താണെന്ന് നമുക്കറിയാം. ഒരു ആവേശത്തോടെ ജീവിക്കുന്നവരാണ്, വളരെ ആവേശത്തോടു കൂടി ഒരു കാര്യം ഏൽപ്പിച്ചത് ആവേശത്തോടെ ചെയ്യുന്നവരാണ്. ആ ആവേശമുള്ള ക്രിസ്തുവിനെ ഈ കുഞ്ഞുമക്കളുടെ സ്വഭാവം അതാണ്. തെറിച്ച് നിൽക്കും. എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ പെട്ടെന്ന് അത് ചെയ്യണം, പഠിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം. അവരിങ്ങനെ എപ്പോഴും ആക്റ്റീവാണ്. ഈ ആക്റ്റീവായിട്ടിരിക്കുന്നവരുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് ഈ യുവാവായ യേശുവിനെ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ ഈ ലോകത്തുള്ള ക്രിമിനൽസ്, ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ക്രിമിനൽസിന്റെ എല്ലാവരുടെയും ജീവിതങ്ങൾ നോക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരാവുന്ന ഒരു അനുമാനമുണ്ട്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അനുമാനം ഇതാണ്: അവർക്ക് ആർക്കും നല്ലൊരു ബാല്യം ഉണ്ടായിട്ടില്ല. ക്ലാസിക് എക്സാമ്പിൾ എപ്പോഴും ഹിറ്റ്ലറാണ്. നമുക്കറിയാം, നമ്മൾ ഇദ്ദേഹത്തിന്റെ പുസ്തകം മേക്കാപ്പിലൊക്കെ കോളേജിൽ പഠിച്ച സമയത്ത് വായിച്ച പുസ്തകമാണ്. അതിൽ ഹിറ്റ്ലർ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹിറ്റ്ലറിന്റെ അപ്പനും ഹിറ്റ്ലറിന്റെ ഒരു അമ്മായിയും ഉണ്ടായിരുന്നു, ആന്റി. അയാളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പോൾ പേടിച്ചിട്ട് ഹിറ്റ്ലർ എന്ത് ചെയ്യും? മേശയുടെ അടിയിൽ ഒരു പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കും. അതിൽ നിന്ന് ഒരിക്കലും ഹിറ്റ്ലർ മാറിയിട്ടില്ല, വളർന്നിട്ടില്ല. അയാൾക്ക് അന്ന് അയാളുടെ അപ്പനോടും ആ അമ്മായിയോടും ഉണ്ടായിരുന്ന ദേഷ്യമാണ് ഒരു വംശത്തെ മുഴുവൻ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാൻ അയാളെ പ്രേരിപ്പിച്ചത്. നമ്മൾ ഈ CD കാസറ്റൊക്കെ ഇടുമ്പോൾ അതിലൊരു ചെറിയ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ നിങ്ങളത് ഇടുന്നു, അത് ഓടി കൃത്യം ആ സ്ക്രാച്ചിലെത്തുമ്പോൾ തട്ടി അവിടെ നിൽക്കും, പാട്ട് കേൾക്കില്ല. അതുപോലെ അയാൾ ഹിറ്റ്ലറിന്റെ ചെയ്യുക. അയാൾക്ക് ആ കുഞ്ഞു മനസ്സിലുണ്ടായ ആ മുറിവിൽ നിന്നും അയാൾ ഒരിക്കലും വളർന്നിട്ടില്ല. അവിടെ തന്നെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യേശു പറയുന്ന വചനമുണ്ട്: പിതാവേ, ഇവർ ചെയ്തത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ആ ഒരു വചനം നമുക്ക് എല്ലാവർക്കും ഉള്ള വചനമാണ്. നമ്മുടെ അധ്യാപകർ, നമ്മുടെ ആനിമേറ്റേഴ്സ്, മാതാപിതാക്കൾ എല്ലാവരും മനസ്സിൽ ധ്യാനിക്കേണ്ട ഒരു വചനമാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് കൃത്യമായ ബോധ്യം നമുക്കുണ്ടോ? നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ?